Praise the Lord. Greetings to you in the most sweet and precious name of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. First of all, I want to greet the pastors, the chairperson of this meeting, the inaugurators and the chief guests, and dear brothers and sisters in Christ. ഈ മീറ്റിംഗിൽ ചെയർ ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റവറൻഡ് വിൽസൺ ജോസഫ് അവറുകൾ, ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ദൈവദാസന്മാർ, മറ്റ് അഭിഷിക്തന്മാർ, മഞ്ഞിലെല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം. I also want to give thanks to the organisers of the Gulf Malayali Christian Writers Forum. ഈ ഗൾഫ് മലയാളി ക്രിസ്ത്യൻ റൈറ്റേഴ്സ് ഫോറത്തിന്റെ സംഘാടകരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And all of them for organising this meeting. ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത മറ്റെല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം. Isn't it wonderful to be able to meet together to praise the Lord? ഒന്നിച്ച് കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയാകുന്നത് ഒരു സന്തോഷമല്ലേ, അത്ഭുതമല്ലേ? Praise the Lord. Praise the Lord. We can't imagine, can we, what it will be like when we get to heaven. ഇവിടെ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ നാം ഒന്നിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എത്രയോ സന്തോഷമായിരിക്കും. സന്തോഷമുള്ളവർ ഒന്നുകൂടെ സ്തുതിച്ചാണ്. Thank you. My daughter Esther, who can't be with me, she also sends her greetings. She's in Australia. എന്റെ മകൾ രൂഥ എന്നോട് കൂടെ വരുവാൻ ആഗ്രഹിച്ചു, പക്ഷേ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. തന്റെ വന്ദനവും നിങ്ങളെ അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. She's studying medicine at the moment. She's third year medicine. ഓസ്ട്രേലിയയിൽ മെഡിസിന് 3ാം വർഷ വിദ്യാർത്ഥിയായി താൻ പഠിക്കുകയാണ്. And I'm actually living in Australia with her until she finishes her medicine course. മെഡിസിൻ കോഴ്സ് പൂർത്തിയാകുവോളം ഓസ്ട്രേലിയയിൽ തന്നെ താനായിരിക്കേണ്ടതുണ്ട്. I left India in July 2004 to be with my daughter Esther. എന്റെ ഡോട്ടർ എസ്തറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവളോട് കൂടെ ഞാനും ഓസ്ട്രേലിയയിലായിരിക്കുന്നു. And I've just completed my nursing re-registration course. എന്റെ അവിടെയുള്ളതായ കോഴ്സിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. I've had many opportunities to share with people in Australia how God has enabled me to forgive those who killed my family. എന്റെ കുടുംബത്തോട് ചേർന്ന് ഓസ്ട്രേലിയയിൽ ആളുകളുമായിട്ട് അനേക അവസരങ്ങൾ കർത്താവിനെ പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് നൽകുന്നു. I've been reminded again tonight of many people who have been praying for us in India. ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ഞങ്ങൾക്ക് തീർച്ചയായും ചരിതാർത്ഥ്യകരമാണ്. I've been told that on the day that my family were killed, there were several very big meetings, and the people lifted up their voice as one to God and asked for grace for me to help me. എന്റെ ഭർത്താവും മക്കളും അതിദാരുണമായി വധിക്കപ്പെട്ട ആ ദിവസം മുതൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവമക്കൾ സഭാ സംഘടനാ വ്യത്യാസമെന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് ശബ്ദം ഉയർത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. Brothers and sisters, I cannot, without your prayers, I just cannot imagine how Esther and I would have managed. അതുപോലെയുള്ളതായ വേദനകളിൽ പിടിച്ചു നിൽക്കുവാൻ ഇടയായത് നിങ്ങളെ പോലെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. I want to thank each and every one of you for your prayers for Esther and myself over these past 9.5 years. ഏതാണ്ട് കഴിഞ്ഞ 9.5 വർഷക്കാലം എന്നെ നിലനിർത്തിയ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അഗൈതമായി നന്ദിയുണ്ട്, കടപ്പാടുമുണ്ട്. Thank you also for your prayers for the work that's still going back in Orissa, the leprosy work, the Graham Staines Memorial Hospital. There is still, the churches are growing, but in Orissa persecution is increasing. അവിടെ ഗ്രഹാം സ്റ്റെയിൻസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന പേരിൽ കുഷ്ഠരോഗികളുടെ അവിടെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. ഒറീസയിൽ സഭകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതേസമയം തന്നെ പ്രതികൂലവും വളരെയുണ്ട്. I'm very conscious that it wasn't just Graham and I who were doing the work. We have a whole team of people there, and those team of people are still laboring for the gospel. ഞങ്ങളോടുകൂടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തന്മാരായ ദൈവദാസന്മാർ അവിടെയുണ്ട്, ദൈവമക്കൾ അവിടെയുണ്ട്. അവർ സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പോലും സമർപ്പിക്കപ്പെട്ട ദൈവജനങ്ങളാണ്. The leprosy work in Orissa was started in 1897. ഏതാണ്ട് 1997
കുഷ്ഠരോഗികളുടേതായ പ്രവർത്തനം ഞങ്ങൾക്ക് ആരംഭിക്കുവാനിടയായത്. So that's been going for more than 100 years. 1897. Yeah. സോറി 1897 കുഷ്ഠരോഗികളുടേതായ പ്രവർത്തനം അവിടെ ആരംഭിക്കുവാനിടയായത്. Yeah. So more than 100 years, the mission has been serving there in Orissa, sharing the love of Christ, preaching the gospel, but also caring for those who have been outcast because of leprosy. ഏതാണ്ട് കഴിഞ്ഞ 100 വർഷങ്ങളിലധികമായി കുഷ്ഠരോഗികളുടെ സാർവദേശീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നിമിത്തം സാധാരണക്കാരായ ആളുകൾ അടുത്ത് ചെല്ലുവാൻ മടിക്കുന്നതായ കുഷ്ഠരോഗികളും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും സുവിശേഷം കേൾക്കുവാനും ഇവിടെ വരികയാണ്. You have already heard that Graham was there for 34 years. He came in 1965 and I came in 1981. ഗ്രഹാം സ്റ്റീൻസ് ഏതാണ്ട് 34 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 91 അവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. God brought us together and it's really his arrangement. തീർച്ചയായും ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. And as you know, God gave us 3 beautiful children. ദൈവം ഞങ്ങൾക്ക് 3 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും നൽകുകയുണ്ടായി. Graham was was very involved in the leprosy work. For the first few years, I was a mother and also teaching my children school initially. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതോട് ബന്ധത്തിൽ മാത്രമല്ല അവർക്ക് ഒരു മാതാവ് എന്ന നിലയിലും ഞാൻ കർത്താവിന്റെ സേവനത്തിൽ ഉൾപ്പെടെ നിൽക്കുകയാണ്. When my family were killed in January 1999, of course, like each one of us, I was very, very shocked. തീർച്ചയായും നമുക്കെല്ലാവർക്കും വേദനാജനകമായിരുന്നതിലുപരി എൻ്റെ കുടുംബത്തിന്റെ വേദന അല്ലെങ്കിൽ ധാരണമായ വധം ഞങ്ങൾക്ക് തീർച്ചയായും അസഹനീയമായിരുന്നു. I'm not going to tell the whole story. That you'd still be here till midnight if I did that. സമയം വളരെ പോയതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളതുകൊണ്ടും ഈ ചരിത്രം ആവർത്തിക്കുവാൻ ഞാൻ തുനിയുന്നില്ല. But finally, when I got the news of the deaths of the family after some hours, my daughter said to me, "Mummy, what is the news?" അവസാനം എൻ്റെ മകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. മാതാവേ, കാരണം സംഭവിച്ചത് എന്താണ്? I said to her, "It seems like we've been left alone." ഞാൻ മകളോട് ഇങ്ങനെ പറഞ്ഞു, നാം തനിയെ ശേഷിച്ചതായിട്ടാണ് ഇപ്പോൾ കിട്ടിയതായ വാർത്തയിൽ നിന്നും മനസ്സിലാകുന്നത്. But then God gave me some more words than that. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ തുടർന്നുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ആ പൈതലിന് ബലം കൊടുത്തു. I didn't know every detail of what had happened, but I had a sense that what the family being killed and burned was not an accident. ഞാൻ ആദ്യം ഈ വസ്തുതയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ബോധവാദിയായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ഏതോ ഒരു ആക്സിഡന്റിൽപ്പെട്ട് എൻ്റെ ഭർത്താവും മക്കളും മരിച്ചുപോയി എന്നായിരുന്നു. And I said, continued on to my daughter, but we will forgive those who did this. എന്നാൽ ആ സമയത്തും ഞാൻ എൻ്റെ മകളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, സാഹചര്യം എന്തു തന്നെയായാലും അത് നാം ക്ഷമിക്കുക, സഹിക്കുക. I believe God gave me those words. ദൈവം ആ വാക്ക് കേട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. For some time before that, I had actually been praying for the church in China. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ചൈനയിലെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഓർക്കുന്നുണ്ട്. The church in China has gone through severe persecution for many years, but the church in China has grown. ധാരാളം വർഷങ്ങളായി പ്രതികൂലങ്ങളിലൂടെയാണ് ചൈനയിലെ സഭകൾ കടന്നു പോകുന്നത് എങ്കിലും വളർച്ചയ്ക്ക് യാതൊരു കുറവുമില്ല, അഭംഗുരമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. I remember reading a prayer article a few years ago, and it really impacted me. And it said, "Why has the church in China grown?" എന്തുകൊണ്ട് ചൈനയിലെ സഭകൾ വളരുന്നു? ഇതുപോലുള്ളതായ പ്രതികൂലങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ അന്തരംഗത്തിൽ ചോദ്യം ഉയരുകയായിരുന്നു. And the words were, "Because the Christians have forgiven those who persecuted them." ഉപദ്രവിക്കുന്നവരെ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്ന ക്രിസ്തീയ മനോഭാവമാണ് ആ വളർച്ചയ്ക്ക് നിധാനം എന്ന് എൻ്റെ അന്തരംഗത്തിൽ എനിക്ക് മനസ്സിലായി. Just a month or so before my family were killed, there were those
in Gujarat, where the churches were burned on Christmas Day in 1998. എന്റെ കുടുംബം മാത്രമല്ല 98-ൽ ഗുജറാത്തിൽ ക്രിസ്തീയ സഭകൾ തീവെച്ച് ചുട്ടുകരിക്കപ്പെട്ട സംഭവവും നമുക്കറിയാം. I remember and there were all things happening right across India, but even in Orissa there were a few things happening at that time. എന്റെ ഭർത്താവിന്റെ മരണത്തോട് അനുബന്ധിച്ച് ഒറീസയിൽ സംഭവിച്ച അനേക സംഗതികൾ തുടർമാനമായിട്ടുണ്ട്. Our staff our team members were standing around reading the paper, and they were making great discussion fearfully about what is happening. ഞങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നൽകിയ വിവരണം ഭീതിജനകമായ വിവരണമായിരുന്നു. And I remember saying to them, unless the Christians will forgive those who are persecuting them, then the church is not going to grow. തീർച്ചയായും ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവമക്കൾ ക്ഷമിക്കുന്നവരാണെങ്കിൽ, സഹിക്കുന്നവരാണെങ്കിൽ സഭകൾ നശിക്കുകയല്ല, വളരുവാനിടയാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെയും കൈക്കൊള്ളുവാൻ കഴിഞ്ഞ ആശയം. There is huge power in the words that we speak. നാം സംസാരിക്കുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് എന്നതാണ് എനിക്കൊന്നുകൂടെ പറയുവാനുള്ളത്. As soon as I'd finished making that statement to the staff, the power of those words hit me myself. വാസ്തവത്തിൽ ഞാൻ ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്റെ സ്റ്റാഫിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ദൈവശക്തി കടന്നു വരികയുണ്ടായി. I remember going inside looking for my husband that he was still alive and saying those same things to him. എന്റെ ഭർത്താവ് ജീവനോടുണ്ടായാലും ഇല്ലെങ്കിലും ആ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്റെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുകയായിരുന്നു. I didn't know at that time that within maybe 10 days I would be faced with the situation I was faced with. തീർച്ചയായും എന്റെ ഭർത്താവിനെ കൊന്ന ആ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ അവരോട് ചേർന്ന വേറെ ചിലരോ എന്റെ ഭർത്താവിനെ ചുട്ടുകരിച്ചതുപോലെ എന്നെയും ചുട്ടുകരിക്കുന്ന സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ഒരു 10 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് അവിടെ അന്ന് ചിന്തിക്കുവാൻ കഴിയുന്നിരുന്നില്ല. But yet, as I looked back on those times and those words I spoke, I believe that God was preparing me for what He has allowed to happen. അവിടെ സംഭവിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ നേരത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു എന്നതും എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ പറയുവാൻ കഴിയും. I had also previously read in my devotions only 2 weeks before the story of Abraham and Isaac, how God asked Abraham to offer his son Isaac as a sacrifice. എന്റെ ഭർത്താവിന്റെ മരണത്തിന് ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുൻപ് വ്യക്തിപരമായ എന്റെ ധ്യാന വിഷയമായിരുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ സംഭവമായിരുന്നു. അബ്രഹാം സ്നേഹിച്ച ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ ബലിയായി ദൈവം ചോദിച്ച ആ സംഭവം. At the end of the daily reading, there was a question. I was reading our daily bread. As Abraham was asked to offer Isaac in obedience, are you willing to offer? Not really offer, but if something happens to your family, will you offer that to God as a sacrifice? വാസ്തവത്തിൽ ആ വചന ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, നിന്റെ കുടുംബത്തെ ഒരു ബലിയാകേണ്ടി വന്നാൽ അതിനും നീ തയ്യാറാകുമോ? അബ്രഹാം ഇസ്ഹാക്കിനെ അർപ്പിച്ചതുപോലെ അതിനെയും ഒരു വഴിപാടാക്കുവാൻ നീ തയ്യാറാകുമോ? Now all of us know that our families are very precious to us. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കൾ, പ്രിയപ്പെട്ട ഭർത്താവ്, നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. Our children are precious to us. തീർച്ചയായും നമ്മുടെ മക്കൾ നമുക്ക് വളരെ വിലപ്പെട്ടവരാണ്. I remember sitting that morning really struggling. Am I willing to, if something happened to my family, maybe like cancer, would I be able to offer that situation to God as a living sacrifice? ഇതുപോലെ ഒരു ധാരണ മരണം എന്നെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വചന ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, ക്യാൻസറസോ അതുപോലുള്ള മാരകമായ രോഗം നിന്റെ കുടുംബത്തിൽ പിടിപെട്ടാൽ അതും ദൈവനാമത്തിൽ ഒരു വഴിപാടുന്നതുപോലെ സഹിക്കുവാൻ നീ തയ്യാറാകുമോ? I really struggled, but finally, because I wanted to be obedient to God,
I said, Lord, I don't want anything to happen to my family, but I want to follow you. ഞാൻ ഈ വചനധ്യാനത്തിൽ ഈ ചിന്തയുടെ മുൻപിൽ ഒത്തിരി ഭാരപ്പെട്ടു, പ്രതിസന്ധിയിലായി. എന്നാൽ ദൈവത്തോട് സകലത്തിലും അനുസരണമുള്ളവളാകണം എന്ന എന്റെ സമർപ്പണത്തോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, ദൈവമേ, എന്തെല്ലാം യാഗമാകേണ്ടി വന്നാലും എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും തീർച്ചയായും ഞാൻ അങ്ങയുടെ പിൻപറ്റുവാൻ മടിക്കുകയില്ല. I didn't tell anyone what my struggle had been, and I probably left it at that and walked away. എന്റെ ആ ദിവസങ്ങളിലെ ആന്തരിക പ്രതിസന്ധി പോരാട്ടം ഞാൻ ആരുമായിട്ട് പങ്കുവച്ചിരുന്നില്ല. After my family were killed, as I walked around the house saying to the Lord, Lord, I don't want to leave India, these words came back to me, what I just shared with you. ഈ ഭർത്താവിന്റെ മരണം, മക്കളുടെ മരണം വാർത്ത എന്റെ ഹൃദയത്തിലെത്തിയപ്പോൾ ഇനിയും ഒരു നിമിഷം പോലും ഇന്ത്യയിൽ തുടരുവാൻ എനിക്ക് കഴിയില്ല കർത്താവേ എന്നാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ചില ആഴ്ചകൾക്ക് മുൻപേ എന്നെ ഓർപ്പിച്ച, ഞാൻ സമർപ്പിച്ച ആ സമർപ്പണ വാചകത്തെ ഒന്നുകൂടെ ഓർപ്പിക്കുകയുണ്ടായി. I also remembered a verse I had learnt many years before that comes from Romans chapter 12 verse 19. Romans 12:19. യെരമ്യാവിന്റെ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 19 റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലെ വാക്യം കൂടി എന്നെ ആ സമയത്ത് ശക്തിപ്പെടുത്തുകയുണ്ടായി. It says, do not take revenge, my friends, but leave room for God's wrath. It is mine to repay. I will avenge, says the Lord. റോമാലേഖനം 12-ാം അധ്യായം അവിടെ ഇംഗ്ലീഷിൽ 19-ാം വാക്യമാണ്, പക്ഷേ മലയാളത്തിൽ 20-ാം വാക്യമാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. You know, that verse was just so releasing to me, because naturally when something happens to you, the usual thing is you want to take revenge for it. You want to get right. You want to make it even. തീർച്ചയായും പ്രതികാരം ചെയ്യുകയാണ് മാനുഷികമായ നമ്മുടെ പ്രതികരണം. But when I realized the impact of that verse, that God says, I will avenge, you don't have to worry about it, I thought, wow, this is just so, it gave me such a peace within me. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, ഞാനാണ് പ്രതികാരം ചെയ്യുന്നത്, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം എനിക്കുള്ളത്. I didn't know, I still don't know how God works his mysterious ways, but I know that he does. തീർച്ചയായും അത് ഏത് വിധത്തിലാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷേ ദൈവം അത് ചെയ്യും എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. The Bible also says in that same chapter, Romans chapter 12, verse 14, how we should react when we have faced situations, when people do something wrong to us. It's Romans chapter 12:14 says, bless those who persecute you. Bless and do not curse. 12-ാം അധ്യായത്തിൽ തന്നെ 14-ാം വാക്യത്തിൽ തിരുവചനം നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. In 1 Peter chapter 3 verse 9, Peter tells us to repay evil with blessing. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലന്റെ പ്രബോധനം ശ്രദ്ധിക്കുക. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയ ബുദ്ധിയുമുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. You know, forgiveness brings such healing into our lives. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ആ വിധത്തിലുള്ള ആഴത്തിലുള്ള സൗഖ്യം വെളിപ്പെടുത്തുന്നതാണ്. But how can we forgive? നാം എല്ലാവരോടും ക്ഷമിക്കേണ്ടവരാണ്. It's something that we've got to ask God to help us to do. ദൈവം തീർച്ചയായും ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ നാം അനുവാദം കൊടുത്തുകൊണ്ട് ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. If we know Jesus Christ as our Saviour, if we have had our sins forgiven by confessing our sins, we have received Christ's forgiveness. തീർച്ചയായും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ
നാം പാപക്ഷമ പ്രാപിക്കുകയാണ്. ക്രിസ്തുവിൽ നിന്നും ആ പാപമോചനം നേടിയെടുക്കുകയാണ്, ക്ഷമ പ്രാപിച്ചെടുക്കുകയാണ്. Both in Paul's letter to the Ephesians and to Colossians, when he's giving teaching on living as children in the light, or rules for holy living in both places, he tells us to forgive as the Lord forgave you. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ക്രിസ്തീയ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുമ്പോൾ പറയുകയാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും തമ്മിൽ ക്ഷമിക്കുകയും. If the Lord Jesus Christ has done so much for us, can't we forgive others? യേശു ക്രിസ്തു നമ്മുടെ ബഹുവിധമായ പാപങ്ങൾക്ക് ക്ഷമ നൽകിയെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയില്ലേ? We all say the Lord's Prayer. In the Lord's Prayer, part of the Lord's Prayer is, forgive us our debts or our sins as we forgive others. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ അടിസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന കർത്തൃപ്രാർത്ഥനയിൽ കർത്താവെ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. Some months after the family were killed, I was in Delhi and I was asked to go and speak at a school assembly, and I didn't have any idea what I was going to speak about. എന്റെ കുടുംബം ദാരുണമായി വധിക്കപ്പെട്ടതിനു ശേഷം ഒരു സ്കൂൾ അസംബ്ലിയിൽ കടന്നുപോയി അവരോട് സംസാരിക്കേണ്ട ഒരു അവസരമുണ്ടായി. പക്ഷേ എന്താണ് അവരോട് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്കൊരു ശരിയായ ഗ്രാഹ്യമുണ്ടായിരുന്നില്ല. And that is when these words from the Lord's Prayer really hit me really hard. തീർച്ചയായും ഈ കർത്തൃപ്രാർത്ഥനയിലെ വാക്യമാണ് എന്റെ അന്തരംഗത്തെ അവിടെ ശക്തീകരിക്കുകയുണ്ടായത്. The children in the school assembly were saying the Lord's Prayer is part of their morning assembly. അവിടെ സ്കൂൾ അസംബ്ലിയിൽ കുഞ്ഞുങ്ങൾ ആ കർത്തൃപ്രാർത്ഥന ചൊല്ലുന്ന സമയം. And that's when I realized how we say it so often, but yet we don't want to forgive. എന്റെ അന്തരംഗത്തോട് ദൈവാത്മാവ് ഇടപെടുകയായിരുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വളരെ ലളിതമായി ലാഘവബുദ്ധിയോടെ പറയുന്ന നമ്മൾ അത് പ്രായോഗികമാക്കുവാൻ എത്രമാത്രം വില കൊടുക്കേണ്ടി വരുന്നു. Further on from the Lord's Prayer in Matthew chapter 6 verse 14, it says, if you forgive men when they sin against you, your heavenly Father will also forgive you. സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയും, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. But if you do not forgive men their sins, your Father will not forgive you. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചാലോ അവൻ നിങ്ങളോട് ക്ഷമിക്കുന്ന ദൈവമാണ്. As a Christian, I don't have the option of not forgiving. ഞാൻ ക്ഷമ പ്രാപിച്ചവൾ എന്ന നിലയിൽ ക്ഷമിക്കപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു അവസരമായി ഇതിനെ ഏറ്റെടുക്കുകയുണ്ടായി. I was teaching children in school last year. I was teaching the religious education class which we're allowed to do in some parts of Australia. And we had the story of forgiveness. ഞാൻ കുഞ്ഞുങ്ങളെ സ്റ്റുഡൻസിനെ ഈ അവരുടെ റിലീജിയസ് വാല്യൂ ക്ലാസ്സിൽ ഈ ക്ഷമയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയുണ്ടായി. We learned what Jesus had taught us. യേശു പഠിപ്പിച്ചത് നമ്മൾ പഠിക്കുന്നു. When somebody asked Jesus, Lord, how many times do I forgive? He said, just 7 times. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? I think we all know the end of that story. യേശു അതിന് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് എനിക്കറിയാം. Jesus said 7, not 7 times, 7 times 70. യേശു പറഞ്ഞത് 70 വട്ടം എന്നത്രേ. Do you think he meant us to count up to 490 times? നിങ്ങൾക്കറിയാമല്ലോ അത് കൂട്ടിയാൽ 490 പ്രാവശ്യം എന്നാണ് വരുന്നത്. അത്രയും വലിയൊരു ക്ഷമയുടെ അളവ് നമുക്കുണ്ടോ? No, I believe he meant us to forgive and keep on forgiving as he does to us. 490 പ്രാവശ്യം കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യാമെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയും തുടർന്നും നാം ക്ഷമിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. It's sometimes easier to forgive someone that does something to us out there. പുറത്ത് സംഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾക്ക് ക്ഷമ നൽകുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. But if we are faced with somebody in our family, our school, our neighborhood, our close area
and they do something against us all the time, is it easy to forgive? എന്നാൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത, നമ്മുടെ ജീവിതത്തിന് ചുറ്റുവട്ടങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവിടെ നമുക്ക് ക്ഷമിക്കുവാൻ അത്ര പെട്ടെന്ന് കഴിയുമോ? No, it's not. തീർച്ചയായും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സാധ്യമല്ല സാധാരണ. I have to work on that one all the time. ഞാൻ ആ ചിന്തയിലേക്കാണ് ഇവിടെ നിങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. It is our responsibility to make sure that our lives are as Jesus Christ wants them to be. തീർച്ചയായും നമ്മുടെ ജീവിതം പദവിയുള്ളതായിരിക്കുന്നത് പോലെ, ഉന്നതമായിരിക്കുന്നത് പോലെ ഉത്തരവാദിത്തമേറുന്നതാണ് എന്നതും നാം മറന്നു പോകരുത്. If we learn to forgive those around us, we have an opportunity often of sharing, telling them about why we're able to do this. നമ്മുടെ പ്രവർത്തികൾക്ക് ഒരു ന്യായീകരണം ചുറ്റുമുള്ള ആളുകളോട് പറയേണ്ടി വന്നാൽ, I was reading in my daily reading this yesterday, this verse from Romans chapter 10. Romans 10. റോമാലേഖനം 10-ാം അധ്യായത്തിലെ വചനമാണ് അവിടെ ദൈവാത്മാവ് എന്നോട് ഇടപെടുകയുണ്ടായത്. It reminded me of the need to not only do things ourselves, but to share about the salvation that Jesus Christ gives us to our neighbours, to our friends around. ഈ ക്ഷമയുടെ ദൂത്, ഈ രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ നാം എത്രമാത്രം കടപ്പെട്ടവരാണ് എന്നതുകൂടെ നാം ഈ തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. Jesus told us to go into all the world and preach the gospel. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിലെല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. But the world starts right here with me. എന്നാൽ നാം പലപ്പോഴും ലോകത്തെ ഒതുക്കാറുണ്ട്. Not just with me as in each and every one of you. നമ്മെ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന ആ ചുറ്റുവട്ടങ്ങൾ മാത്രമായി ആ ലോകം പരിമിതപ്പെടുകയാണ്. Verse 13 says, 10-ാം അധ്യായം റോമാലേഖനം 13-ാം വാക്യം, For everyone who calls on the name of the Lord will be saved. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. But how then can they call on the one whom they have not believed in? 14-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? And how can they believe in the one they have not heard? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? And how can they hear without someone preaching to them? പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? How can they preach unless someone sends them? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? As it is written, how beautiful are the feet of those who bring the good news. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, I've shared with you how the Lord Jesus Christ has been very special to me, not special, but how he has enabled me to face the situation that I came face to face with 9.5 years ago. ചില നാളുകൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റേറ്റ്സ് അഭിമുഖീകരിക്കേണ്ടി വന്ന ആ സാഹചര്യത്തെ എനിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് സുവിശേഷത്തിന്റെ ആശയങ്ങൾ എനിക്ക് സമാധാനപ്പെടുത്തുന്നത്. God enabled us to stay on in India for another 5 years. ഏതാണ്ട് കഴിഞ്ഞ 7 വർഷം, 5 വർഷമായി, കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. During that time, we were able to build the Grahamstones Memorial Hospital. അവിടെ ഈ 5 വർഷ കാലയളവ് കൊണ്ട് എനിക്ക് ആശുപത്രി പണിയുവാൻ തക്കവണ്ണമിടയായി. So those with leprosy have a place not only to get leprosy treatment, which they do at the leprosy home, but also to get adequate medical treatment. അവരെ കുഷ്ഠരോഗികളായവരെ പാർപ്പിക്കുവാനുള്ള ഒരു പാർപ്പിടം മാത്രമല്ല, അവർക്ക് വേണ്ടതായ ചികിത്സയോടെ ലഭ്യമാകത്തക്ക നിലയിലുള്ള ഒരു ക്രമീകരണവും അവിടെ ഉണ്ടായി. It's only 10 beds, but we have lots of outpatients come. അവിടെ Beds. 10 പേർ മാത്രമാണുള്ളത്, എങ്കിലും വളരെ വിലപ്പെട്ട ആത്മാക്കളായിട്ട് ഞാൻ അവരെ കരുതുന്നു.
It's not just leprosy, it's also general treatment. അവർക്ക് അവിടെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി മാത്രമുള്ള ചികിത്സയല്ല നൽകുന്നത്, മറ്റ് പൊതു രോഗികൾക്ക് വേണ്ടിയുമുള്ള ചികിത്സ നൽകുകയാണ്. As that hospital was being built, we were looking for a name for the hospital. ആശുപത്രികൾ പണിതു കഴിഞ്ഞപ്പോൾ അതിനെന്താണ് പേരിടേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. It was very difficult to decide between giving it the name that it has or calling it Forgiveness Hospital or Kioma Castria, whatever it is in Hindi. ട്യൂബർകുലോസിസ് എന്നതായ ആ പേരിടണമോ അതോ ക്ഷമിക്കുന്ന ആശുപത്രി എന്നൊരു പേരിടണമോ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു. Fortunately, God doesn't give us a bowl full of grace at the beginning of the day and tell us we've got to use it out. He gives it to us moment by moment. എല്ലാ ദിവസങ്ങളിലും ദൈവകൃപയുടെ സംരക്ഷണം കൊണ്ട് പ്രതികൂലങ്ങൾ കൂടാതെ അവന്റെ കൃപയുടെ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ അനുഭവിപ്പാനാണ് ദൈവം നമുക്ക് ഇത്രത്തോളം സഹായിച്ചത്. I'm not standing here today to tell you how great I am. I'm not. I'm only what I am by the grace of God. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ എത്ര വലിയവളാണ് എന്ന് പറയുവാനല്ല ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനായിരിക്കുന്നത് അവന്റെ കൃപയാൽ ഒന്ന് മാത്രമാകുന്നു. By your prayers. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം എത്തപ്പെടുവാൻ ഇടയായത്. And I want to glorify God for what He has done in my life and what He's doing in your lives. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഈ സകല ക്രിയകൾക്കും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ നിങ്ങളിൽ ഓരോരുത്തരും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രവും അർപ്പിക്കുന്നു. If you don't know the Lord Jesus Christ as your own and personal Savior, I urge you tonight to confess your sin and get right with God. ഇന്ന് രാത്രി കടന്നു വന്ന സകല ജനത്തോട് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ ഇതുവരെ വ്യക്തിപരമായ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചിട്ടില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി വരുവാൻ ഇടവരത്തക്ക നിലയിൽ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുക. If you do know the Lord Jesus Christ, share the good news with everyone around you. ക്രിസ്തുവിനെ അറിയാം എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ വിമുഖത കാട്ടരുത്. Demonstrate forgiveness in your life, because without forgiveness we have bitterness. ക്രിസ്തുവിന്റെ ആ ക്ഷമ, ദൈവിക ക്ഷമ നിങ്ങൾ പ്രദർശിപ്പിക്കുക. ക്ഷമ കൂടാതെ നമുക്ക് ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകില്ല. And Hebrews 12 verses 14 and 15 say, Do not reject the grace of God, lest any root of bitterness grow up in your heart. Hebrews 12, 14 and 15. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15 വാക്യത്തിൽ പറയുന്നത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്നാണ്. Do not reject the grace of God, lest any bitterness grow up in you. Hebrews 12, 14 and 15. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. Did you read? Yeah, I got it. So let us keep our eyes fixed upon Jesus and do what He wants us to do. Be very aware in our life. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുന്നവരുമായ യേശുക്രിസ്തുവിൽ തന്നെ നമ്മുടെ ദൃഷ്ടി പതിയട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം സ്ഥിരതയുള്ളതാവട്ടെ. Thank you again for your love and your prayers, and may God bless each one of you. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വളരെ നന്ദി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം